ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയൊരു വേക്കൻസിയോട് കൂടി SSC GD 2025 പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ ആപ്ലിക്കേഷൻ ഡേറ്റ് ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കടക്കുന്നതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ SSC GDയെ പറ്റി ഒന്ന് പറയുകയാണ്. SSC നടത്തുന്ന 7ഓളം പരീക്ഷകളിൽ പാസ്സാവാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള പരീക്ഷയാണെന്ത് SSC GD പരീക്ഷ എന്ന് പറയുന്നത്. 2-3 കാരണങ്ങളാണ്. ഒന്ന്, ഇതൊരു 10ാം ക്ലാസ് ലെവൽ പരീക്ഷയാണ്. പിന്നെ ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫിസിക്കലി നമ്മൾ കുറച്ച് ഫിറ്റാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഫിസിക്കലി ഓട്ടം ചാട്ടമൊക്കെ നമ്മൾ കുറച്ച് നല്ലതാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എഴുത്ത് പരീക്ഷ വളരെ സിമ്പിളായിട്ട് പാസ്സായി എടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. പിന്നെ ഇതിൻ്റെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള CGL CHL പോലെ പരീക്ഷയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 4, 5, 6 ഇരട്ടി വേക്കൻസിയാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ തന്നെ SI ലെവൽ പരീക്ഷയാണ് SSC CPO പരീക്ഷ. അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ 10 ഇരട്ടിയോളം വേക്കൻസിയാണ് ഇവിടെ SSC GD പരീക്ഷകൾക്ക് വരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള പരീക്ഷയാണ് ക്രാക്ക് ചെയ്യാൻ. ഈസി ആയിട്ടുള്ള ഉദ്ദേശം ഇതിൻ്റെ കട്ട് ഓഫ് വളരെ കുറവാണ്. ഇപ്പോൾ CGL ഒക്കെ പരീക്ഷൻ്റെ കട്ട് ഓഫ് ഒക്കെ നിങ്ങൾ എടുത്താൽ നോക്കി മനസ്സിലാവും. 200-ൽ 150 കട്ട് ഓഫ് വരുന്നത്. ഇതിൻ്റെ ജസ്റ്റ് 160-ൽ 60-70 മാർക്കൊക്കെ ഉള്ള ആളുകൾ പോലും റാങ്ക് ലിസ്റ്റിൽ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ വലിയൊരു വേക്കൻസിയുമായിട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ പറഞ്ഞു SSC നടന്ന പരീക്ഷകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പാസ്സാകാൻ പറ്റിയൊരു പരീക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സെൽഫ് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ പോലും ക്വാളിഫൈ ചെയ്യാൻ പറ്റിയൊരു പരീക്ഷയാണ് SSC GD എന്ന് പറയുന്നത്. നിങ്ങൾ വലിയ കോച്ചിങ് കാര്യങ്ങളൊക്കെ പോകാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ 1499 രൂപയ്ക്ക് SSC മലയാളിയുടെ കോഴ്സുകൾ നിങ്ങൾക്ക് SSC മലയാളി ആപ്പിലും വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിയിട്ട് പർച്ചേസ് ചെയ്യാം. ഏകദേശം എല്ലാ ക്ലാസ്സുകളും നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള SSC CGL CHL MTS പരീക്ഷകളെ പോലെ അത്ര വലിയ ഉയർന്ന കട്ട് ഓഫും കാര്യങ്ങളെല്ലാം വരുന്നൊരു പരീക്ഷയല്ല SSC GD എന്ന് പറയുന്നത്. പക്ഷേ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ, ഒന്ന് നന്നായിട്ട് നോക്കിയാൽ ഈ വരുന്ന ജനുവരി ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന പരീക്ഷ നമുക്ക് ഇപ്രാവശ്യം തന്നെ എഴുതിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, എല്ലാ പരീക്ഷയും പോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഉണ്ട്. ഇന്ന് മുതൽ നോട്ടിഫിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. 5/9 മുതൽ അടുത്ത ഒക്ടോബർ 14-ാം തീയതി വരെ നിങ്ങൾക്ക് ssc.gov.in എന്ന് പറഞ്ഞ SSC മലയാളിയുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അവിടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ 14-ാം തീയതി വരെ നിങ്ങൾ അപ്ലൈ ചെയ്താലും 15-ാം തീയതി നിങ്ങൾക്ക് പേയ്മെൻറ്റ്, ലാസ്റ്റ് ഡേറ്റ് 15-ാം തീയതി രാത്രി 11 മണി വരെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്ഷൻ ചെയ്യാനുള്ള ഡേറ്റാണ് നവംബർ 5 മുതൽ നവംബർ 7 വരെ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ ഒരു അഡീഷണൽ 200 രൂപ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താനും പറ്റും. പിന്നെ ടെൻഡേറ്റീവ് ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. പരീക്ഷയുടെ ടെൻഡേറ്റീവ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി 2025. അപ്പോൾ ഇപ്പോൾ നമുക്ക് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി മാസം നോക്കിയാൽ പോലും ഇനി നമുക്ക് 5 മാസം സമയം നമ്മുടെ മുമ്പിലുണ്ട്. വളരെ നന്നായിട്ടൊന്ന് നോക്കിയാൽ, ഞാൻ പറഞ്ഞല്ലോ CGL CSL പരീക്ഷയിൽ പോലെ അത്രയും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട, അത്രയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷയിൽ 40,000-ഓളം വേക്കൻസിയാണ്. നല്ലൊരു എന്താ പറയുക, അതിലൊരു വേക്കൻസി നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് എന്താണെന്നുള്ള കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവുക. കോൺസ്റ്റബിൾ ഇൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൽ ഏതൊക്കെയാണ്? CASF, CRPF, BSF, പിന്നെ ഏതായാലും SSB, അങ്ങനെ കുറച്ച് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഉണ്ട്. ഇതിലേക്കുള്ള കോൺസ്റ്റബിളിൻ്റെ പരീക്ഷ. പിന്നെ SSF റൈഫിൾമാൻ ഇൻ ആസാം റൈഫിൾസ് ആൻഡ് SIPO ഇൻ നാഷണൽ കൺട്രോൾ ബ്യൂറോ, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഇതിലേക്കുള്ള എക്സാമാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ CASF CRPF പോലുള്ള നല്ല അതായത് നിങ്ങൾക്കൊരു പട്ടാളത്തിലൊക്കെ ചേരാൻ ആഗ്രഹമുള്ള ഒരാളൊക്കെ ആണെങ്കിൽ, ഇത് പട്ടാളം നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നെങ്കിൽ പോലും ഒരു പട്ടാളത്തിനൊക്കെ പോലെയുള്ള ജോലികളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലൊക്കെ താല്പര്യമുള്ള ആൾക്ക് പറ്റിയ എക്സാമാണ് ഇത്. ഇതിൻ്റെ ഗ്രേഡ് പേ കണ്ടോ, ഇതിൻ്റെ ഈ ബ്രാക്കറ്റിൽ കൊടുത്തുള്ളതിൻ്റെ ബേസിക് പേ ആണ്. കയറുമ്പോൾ തന്നെ നിങ്ങളുടെ ബേസിക് പേ എന്ന് പറയുന്നത് 21,700 ആയിരിക്കും. ഇത് ബേസിക് പേ ആണ്. ഇതിൻ്റെ കൂടെ ഡിയർനെസ് അലവൻസ്, HR എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ട് എന്തായാലും മിനിമം ഒരു 35,000 നിങ്ങളുടെ കയ്യിൽ ഇൻഹാൻസ് സാലറി മിനിമം ഈ ഒരു ജോലിയിൽ കയറുന്ന ഉടനെ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ വേക്കൻസി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. താഴെ നോക്കുക, ഗ്രാൻഡ് ടോട്ടൽ 39,481 വേക്കൻസിയാണ് ഇതുവരെ. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അനൗൺസ് ചെയ്ത വേക്കൻസിൻ്റെയൊക്കെ ഡബിൾ വേക്കൻസിയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ. അതായത് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ ഇപ്പോൾ 46,000-ഓളം വേക്കൻസി ഇപ്പോൾ തന്നെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാർട്ടിങ്ങിൽ 20,000 ആയിരുന്നു, അതിപ്പോൾ 46,000 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും നല്ലൊരു വേക്കൻസി. ഇത് നമുക്ക് ഇപ്രാവശ്യം പരീക്ഷയൊക്കെ നടന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും ഇത് ഉയർന്നു പോകും നമുക്ക് ആഗ്രഹിക്കാം കേട്ടോ. അതുപോലെ തന്നെ മെയിൽസിൻ്റെ വേക്കൻസി ഓരോ സെപ്പറേറ്റ് കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. മെയിൽസിൻ്റെ ടോട്ടൽ വേക്കൻസി 35,612 ആണ്. ഫീമെയിൽസിൻ്റെ 3,869 ആണ്. അപ്പോൾ ഫീമെയിൽസിനും ഇത് നല്ലൊരു അവസരമാണ് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയുള്ള SSC പരീക്ഷകൾ പോലെയല്ല. ബാക്കിയുള്ള നമുക്കറിയാം CGL CHL ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 27 വയസ്സ് വരെ അല്ലെങ്കിൽ 30 വയസ്സ് വരെ എഴുതാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല. ഇത് SSC CPO പരീക്ഷ പോലെ തന്നെയാണ്. ഇതിൻ്റെ ഏജ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 18 to 23, 18 വയസ്സിൻ്റെയും 23 വയസ്സിൻ്റെയും ഇടയിലുള്ള ആൾക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഏജ് നോക്കുന്നത് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1/1/2025 ജനുവരി 1. സാധാരണ ബാക്കിയുള്ള SSC പരീക്ഷകളൊക്കെ ഓഗസ്റ്റ് 1 നോക്കലുള്ളത്, ഇവിടെ ജനുവരി 1. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കുക.
ആർക്കൊക്കെ ഇത് എഴുതാൻ പറ്റും എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവും. 18 to 23 പറയുമ്പോൾ ചില ആൾക്കാർ 18 ഉണ്ടാവും, ചില ആൾക്കാർ 23 ഉണ്ടാവും. ഒരു കൺഫ്യൂഷൻ ആയിരിക്കും എനിക്ക് പറ്റുമോ ഇല്ല എന്നുള്ളത്. ആ കൺഫ്യൂഷൻ തീർക്കാൻ നിങ്ങൾ ജസ്റ്റ് ഈ ബ്രാക്കറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയാൽ മതി. ദാറ്റ് ഈസ് കാൻഡിഡേറ്റ്സ് ബോൺ നോട്ട് ബിഫോർ 2/1/2002. 2002 ജനുവരി 2 മുമ്പ് ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നോട്ട് ലേറ്റർ ദാൻ ജനുവരി 1, 2007. 2007 ജനുവരി 1 ശേഷം ജനിച്ചവർക്കും 2002 ജനുവരി 2 മുമ്പ് ജനിച്ചവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എപ്പോഴാണ് നോക്കുക, ഈ പറഞ്ഞ 2 ഡേറ്റിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, നിങ്ങളൊരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ. ഇനി നിങ്ങൾ OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ നോക്കുക, 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടും. അതായത് ഈ കാണുന്ന 2002 എന്നുള്ളത് 1999 ആയിട്ട് മാറ്റി. ഇവിടെ മാത്രം ഈ കാണുന്ന 2002 എന്നുള്ളത് മാത്രം ഒന്ന് വെട്ടുക, 1999 ആക്കുക, ബാക്കിയെല്ലാം കറക്റ്റ് ആയിരിക്കും. ഇനി നിങ്ങളൊരു SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 വർഷം, അതായത് ഈ 2002 എന്നുള്ളതൊന്ന് വെട്ടിയിട്ട് 1997 എന്നാക്കുക. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ആർക്കും കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് പേര് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് എപ്പോഴും, സാറേ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ്, ഇത് പറ്റുമോ ഇല്ല എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കാര്യം നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇതിൻ്റെ ഇടയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഒരു OBC കാൻഡിഡേറ്റിന് പറയുകയാണെങ്കിൽ 18 to 26 വരെ പറ്റും. ഒരു SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 18 to 28 വരെ പറ്റും കേട്ടോ. ഇതിൽ കൂടുതൽ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ കാര്യം. പിന്നെ ക്രൂഷ്യൽ ഡേറ്റ്, നിങ്ങൾ SC ST OBC EWS ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഏജ് റിലാക്സേഷൻ ആയിക്കോട്ടെ, ഫീ കൺസെഷൻ ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, ഇതിൻ്റെ റിലാക്സേഷൻ ബെനിഫിറ്റ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, അതായത് 14/10/2024 ഉള്ളിലൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. സാറേ ഈ നോട്ടിഫിക്കേഷൻ ഡേറ്റിനുള്ള സർട്ടിഫിക്കറ്റിന് വേണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ആൾക്കാരോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. നിങ്ങളിപ്പോൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ഡേറ്റിനുള്ളിലുള്ള ഒരു OBC സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്ത് വെക്കുക. അതല്ല കഴിഞ്ഞ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ പല CGL CHL പോലത്തെ പല പരീക്ഷയ്ക്കും നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായാലും മതി. അതായത് ഒരു 6 മാസമാണ് മിനിമം ഇവർ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി പറയുന്നത്. ആ ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി ഒരു സർട്ടിഫിക്കറ്റും ഇതുവരെ എടുത്ത് വെക്കാത്ത ഒരാളാണെങ്കിൽ ഈ പറയുന്ന ഓഗസ്റ്റ് 14 മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒക്ടോബർ 14 മുമ്പായിട്ട് നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക കേട്ടോ. വെറുതെ റിസ്ക് എടുക്കേണ്ട. അങ്ങനെ ആർക്കും അങ്ങനെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേര് റിജക്റ്റ് ആയതൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എന്നാലും ഒരു റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഓടിക്കാനും ബുദ്ധിമുട്ടിക്കാനും അവർക്ക് ഇത് മതി. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കാതെ നല്ലൊരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, OBC സർട്ടിഫിക്കറ്റ്, അതും സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനായതുകൊണ്ട് തന്നെ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് എടുത്തത് പോരാ, താലൂക്കിൽ നിന്ന് തഹസിൽദാർ സർട്ടിഫിക്കറ്റുള്ള സർട്ടിഫിക്കറ്റ് തന്നെ വേണം കേട്ടോ. തഹസിൽദാർ സൈനുള്ള സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിൽ കുഴപ്പമില്ല, അതൊന്ന് എടുത്ത് വെക്കുക. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്ന ഒന്നുമില്ല. ദ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് പാസ്ഡ് ദ മെട്രിക്കുലേഷൻ ഓർ 10th ക്ലാസ് എക്സാമിനേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി. ഈ പറയുന്ന ജനുവരി 1, 2025 ഉള്ളിൽ, ഇപ്പോൾ വരാൻ പോകുന്ന ജനുവരി 1, 2025 ഉള്ളിൽ നിങ്ങൾ 10th ക്ലാസ് പാസ്സായിരിക്കണം. ഇത് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. വേറെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊന്നും, ഡിഗ്രിയോ നിങ്ങൾക്ക് +2 ഒന്നും പറയുന്നില്ല. 10th ക്ലാസ്സാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കേട്ടോ. പിന്നെ വേറെ ബാക്കിയുള്ള SSC പരീക്ഷകൾക്കൊന്നും ഇല്ലാത്തൊരു കാര്യം, ഈ പരീക്ഷയ്ക്കും SSC CPO പരീക്ഷയ്ക്കും എന്താ, NCCയിൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് NCCയുടെ A B C എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് അല്ലേ. ആ സർട്ടിഫിക്കറ്റിലെ ആളുകൾക്ക് ഒരു 5 C സർട്ടിഫിക്കറ്റിലെ ആളുകൾക്ക് മാക്സിമം മാർക്ക്, അതായത് മാക്സിമം മാർക്ക് ഇവിടെ 160 ആണ്. അതിൻ്റെ ഒരു 5% മാർക്ക് എന്ത് കിട്ടും, ഇവിടെ ബോണസ് മാർക്കായിട്ട് കിട്ടും. ഇനി B സർട്ടിഫിക്കറ്റിലെ ആളുകൾക്ക് 3% മാർക്ക്, A സർട്ടിഫിക്കറ്റിലെ ആൾക്ക് 2% മാർക്കും ബോണസ് ആയിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾ NCCയിലൊക്കെ ഉള്ള ആളുകളാണ്, ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബോണസ് മാർക്ക് ലഭിക്കും കേട്ടോ. അതുപോലെ തന്നെ പറയുന്നുണ്ട് NCC സർട്ടിഫിക്കറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഇഷ്യൂഡ് ഓൺ ഓർ ബിഫോർ. എല്ലാത്തിൻ്റെയും കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് അവർ വെച്ചിട്ടുള്ളത് ഈ വരുന്ന ജനുവരി 1 ആണ്. അപ്പോൾ ഈ ജനുവരി 1 നിങ്ങൾക്ക് ഡിഗ്രി വേണം, NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വേണം. ഏത് സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് എന്ത് വേണം, ഈ ജനുവരി 1, 2025 നിങ്ങൾക്ക് വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കി വെക്കുക NCCയിലുള്ള ആളുകളൊക്കെ. പിന്നെ സ്കീം ഓഫ് ദ എക്സാമിനേഷൻ ആണ്. സ്കീം ഓഫ് ദ എക്സാമിനേഷൻ വളരെ സിമ്പിളാണ്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഒരു പരീക്ഷ CGL പോലെ Tier 1 Tier 2 അങ്ങനെയൊന്നുമില്ല. ഒറ്റ പരീക്ഷ. ആ പരീക്ഷ എന്ന് പറഞ്ഞാൽ അതിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ടാവും, പിന്നെ ജനറൽ നോളജ് ഉണ്ടാവും, പിന്നെ എലമെൻ്ററി മാത്തമാറ്റിക്സ്. ഇവിടെ സാധാരണ CGL CHL ഒക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ എലമെൻ്ററി മാത്തമാറ്റിക്സ്, അതിൻ്റെ അർത്ഥം ബേസിക് മാത്സ്, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി. ഇപ്പോൾ നമുക്ക് ഹിന്ദി അറിയുന്ന ആൾക്കാർക്ക് ഹിന്ദിയിലെടുക്കാം, അല്ല ഹിന്ദി ലാംഗ്വേജ് എടുക്കാം. ഇംഗ്ലീഷ് അറിയുന്ന ആൾക്ക് ഹിന്ദി ലാംഗ്വേജ്, അല്ല ഇംഗ്ലീഷ് അറിയുന്ന ആൾക്ക് ഹിന്ദി അല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുക്കാം കേട്ടോ. ഇതിനെല്ലാത്തിനും ടോട്ടൽ 20 ക്വസ്റ്റ്യൻ, ടോട്ടൽ 80 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോന്നിനും 2 മാർക്ക് വീതം, അങ്ങനെ ടോട്ടൽ ഓരോ ടോപ്പിക്കിനും 40 മാർക്ക് വീതം. അതായത് ടോട്ടൽ നമുക്കറിയാം, ടോട്ടൽ നോക്കിയാൽ 160 മാർക്ക് വരുന്നത്. അപ്പോൾ അത് നോക്കി വെക്കുക. ടോട്ടൽ 80 ക്വസ്റ്റ്യൻ, 160 മാർക്ക്. ഇതിൽ ഒരു ശരിക്ക് എന്ത് മാർക്കുണ്ട്, ഒരു ശരിക്ക് നമ്മൾ നോക്കി, ഒരു ശരി 20 ക്വസ്റ്റ്യൻ 40 മാർക്കാണെങ്കിൽ ഒരു ശരിക്ക് 2 മാർക്കാണ്. ഒരു തെറ്റിന് നമുക്ക് 0.25 വെച്ചിട്ട് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതൊന്ന് സൂക്ഷിച്ച് വെക്കുക. അതായത് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, ഓരോ തെറ്റിനും നമുക്ക് 0.25 വെച്ചിട്ട് മാർക്ക് കുറയും. പിന്നെ ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. ഈ 80 ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്കുള്ളത്
60 മിനിറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ CGL എക്സാമിൽ നിന്ന് പോലെയല്ല. CGL എക്സാമിൽ നമുക്ക് 100 ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നു, അതിനാണ് 60 മിനിറ്റ്. ഇവിടെ നമുക്ക് 80 ക്വസ്റ്റ്യൻ ഉള്ളൂ, 60 മിനിറ്റ്. ഈ 160-ൽ നമുക്കൊരു 100-ൽ താഴെ കിട്ടുമെങ്കിൽ പോലും പല ആൾക്കാരും ഇത് ക്വാളിഫൈ ആയി റാങ്ക് ലിസ്റ്റിൽ കയറാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള പരീക്ഷയാണ്. സീരിയസ് ആയിട്ട് എടുക്കുക, തമാശയായിട്ട് കാണാതിരിക്കുക കേട്ടോ. നല്ലൊരു ജോലി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, സോറി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല. പിന്നെ നോക്കുക, ബേസ്ഡ് ഓൺ ദ ഇത് വായിക്കാം കേട്ടോ, ഇതിൽ സ്ലൈഡിൽ വെച്ചാണ്. ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഇൻ ദ CBE കാൻഡിഡേറ്റ്സ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ PST PET. ഇവിടെ എക്സാമിൻ്റെ മാർക്ക് മാത്രം ബേസ് ചെയ്തിട്ടല്ല റാങ്ക് ലിസ്റ്റ് വരിക. എക്സാം കഴിഞ്ഞതിന് ശേഷം PST PET. PST ആണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, PET എന്നാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഈ 2 ടെസ്റ്റിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഒരു കട്ട് ഓഫ് വെച്ചിട്ട്. അതുപോലെ തന്നെ PST ഷാൾ ഇൻക്ലൂഡ് മെഷർമെൻറ്റ് ഓഫ് ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്. PST എന്ന് പറഞ്ഞാൽ അതിലെന്തുണ്ടാവും, ഈ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് എല്ലാം മെഷർ ചെയ്യും. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് തന്നെ ഔട്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വിൽ നോട്ട് ബി ഹെൽഡ് ഫോർ എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ്. എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവില്ല, അവർക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഇത് നമുക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ റേസ് ആണ് 5 കിലോമീറ്റർ 24 മിനിറ്റ് കൊണ്ട് ഓടണം. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 8.5 മിനിറ്റ് കൊണ്ട് 1.5 കിലോമീറ്റർ ഓടണം. ഇത് വിചാരിക്കുമ്പോൾ അത്ര സിമ്പിളായിട്ടുള്ളൊരു സംഭവമല്ല. ഇതിൽ നല്ല പ്രാക്ടീസും കാര്യങ്ങളും വേണം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഓട്ടോ ഒക്കെ ആയിട്ട് ഡെയിലി എന്ത് ചെയ്യുക, രാവിലെ ഓടുന്ന ഒരു ശീലമൊക്കെ ഉണ്ടാക്കിയെടുക്കുക. കാരണം ആ ഒരു സമയത്ത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ സമയത്ത് പോയിട്ട് ഇതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. ഇത് കുറച്ചൊരു സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു ഓട്ടമാണ്, സിമ്പിളായിട്ടുള്ള പരിപാടിയല്ല കേട്ടോ. 5 കിലോമീറ്റർ 24 മിനിറ്റ് കൊണ്ട് ഓടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമായിട്ട് ആരും വിചാരിക്കരുത്, കുറച്ച് നല്ല എഫേർട്ട് വേണം. ഓക്കെ, അപ്പോൾ ഫീമെയിൽസിനാണെങ്കിൽ 1.6 കിലോമീറ്റർ 8.5 മിനിറ്റ് കൊണ്ട്. പിന്നെ അതിന് എന്ത് ചെയ്യുക, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുക, ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 170 സെൻറ്റിമീറ്റർ വേണം, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157 സെൻറ്റിമീറ്റർ വേണം. അതുപോലെ തന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ, അത് മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാതെ 80 സെൻറ്റിമീറ്റർ വേണം. പിന്നെ മിനിമം 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും വേണം ചെസ്റ്റ്. പിന്നെ വെയിറ്റിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നുള്ളൂ, പ്രൊപ്പോർഷണേറ്റ് ടു ഹൈറ്റ് ആൻഡ് ഏജ് ആസ് പെർ മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അതായത് നമ്മുടെ ഹൈറ്റിനും ഏജിനും അനുസരിച്ചിട്ടുള്ള വെയിറ്റ് വേണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എത്രയെന്നുള്ള കറക്റ്റ് പറയുന്നില്ല, നമ്മുടെ ഹൈറ്റിനും ഏജിനൊക്കെ അനുസരിച്ചിട്ടുള്ളൊരു വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റ് എന്തായാലും വേണം. പിന്നെ കാൻഡിഡേറ്റ്സ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഫ്രം ദ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ക്വാളിഫൈ PST ആൻഡ് PET. ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ക്വാളിഫൈ ആകുന്ന ആളുകളിൽ നിന്നും പിന്നെ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഒരു ആർമി പോലീസ് ഫോഴ്സാണ്. അപ്പോൾ ഇതിൻ്റെതായ ഡീറ്റെയിൽ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ക്വാളിഫൈ ആവുന്ന കാൻഡിഡേറ്റ്സിൽ എടുക്കും കേട്ടോ. പിന്നെ കാൻഡിഡേറ്റ്സ് ഹു ആർ ക്വാളിഫൈഡ് PST മെഡിക്കൽ എക്സാമിനേഷൻ വിൽ ബി കൺസിഡേർഡ് ഫോർ ഇൻക്ലൂഷൻ. അതായത് ഈ PSTയും PETയും പിന്നെ ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷനും പിന്നെ നമ്മൾ ഫസ്റ്റ് എഴുതിയ പരീക്ഷൻ്റെ എല്ലാം കൂടെ പാസ്സായ ആളുകളുടെയാണ് ലാസ്റ്റ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരിക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കട്ട് ഓഫ് കുറവ്. കാരണം ഇതിൻ്റെ ഓരോ സ്റ്റേജിലും ആളുകൾ കുറഞ്ഞു വരും. ഇനിയിപ്പോൾ ആരെങ്കിലും റിട്ടൺ ടെസ്റ്റ് പാസ്സായാൽ പോലും പല ആളുകളും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് പോകില്ല. ഇനി അഥവാ പോയാൽ തന്നെ അവിടെ അത് പാസ്സാകുന്ന ആളുകൾ കുറവായിരിക്കും. പിന്നെ ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും കുറേ പേര് പോകും. പിന്നെ വേക്കൻസി കൂടുതലാണ്, പരീക്ഷ ഈസിയാണ്. ഇതെല്ലാം കൊണ്ട് ഇതിൻ്റെ കട്ട് ഓഫ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. പിന്നെന്താ, ഇനി ഇതിന് അഡീഷണൽ ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ, ഒന്ന് ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപ മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയുള്ള വലിയ എക്സാമിന് പോലെ ഒരുപാട് ഫീസൊന്നുമില്ല. 100 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ വുമൻ കാൻഡിഡേറ്റ്, പിന്നെ SC ST കാൻഡിഡേറ്റ്, എക്സ് സർവീസ്മെൻ, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, ഇവർക്കെല്ലാം ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് ഇത്രയും എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിലുണ്ട്. എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, അങ്ങനെ തൃശ്ശൂർ കേട്ടോ. ഇവിടെ കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ പല ആളുകൾക്കും CGLൊക്കെ ഈ കൊടുത്ത സെൻറ്ററിൻ്റെ അപ്പുറത്ത്, അതായത് കൊടുക്കാത്ത സെൻറ്റർ വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഒന്നും കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷേ നമുക്കിവിടെ സെൻറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ പ്രിഫറൻസ് നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കാം. കിട്ടിയാൽ കിട്ടി കേട്ടോ. ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്. അവർക്ക് അധികം ഫസ്റ്റ് പ്രിഫറൻസ് തന്നെ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് കിട്ടുക. ഓക്കെ, പിന്നെ വേറെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വിൽ ബി കൺക്ലൂഡഡ് ഇൻ ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് 13 റീജിയണൽ ലാംഗ്വേജസ്. ഇതിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമുക്കറിയാം CGL എക്സാമിനൊക്കെയാണ് ഇംഗ്ലീഷും ഹിന്ദി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇംഗ്ലീഷിലും ഹിന്ദിയിലും 13 റീജിയണൽ ലാംഗ്വേജസ് ഇൻക്ലൂഡിങ് മലയാളം അടക്കം 13 ലാംഗ്വേജിൽ എന്തുണ്ടാവും, ഇതിൻ്റെ പേപ്പർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 13 ലാംഗ്വേജ്, മലയാളം അടക്കമുള്ള ലാംഗ്വേജിലാണ് ഇതിൻ്റെ പരീക്ഷ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിൽ എഴുതേണ്ടവർക്ക് മലയാളത്തിൽ എഴുതാനുള്ള അവസരം ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഞാൻ എപ്പോഴും ഏതൊരു നോട്ടിഫിക്കേഷൻ വന്നാലും പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെയും പറയുന്നു, ഡു നോട്ട് വെയിറ്റ് ടിൽ ലാസ്റ്റ് ഡേറ്റ്. നമുക്കറിയാം ഒക്ടോബർ 14-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഒരിക്കലും ഈ ഒക്ടോബർ 14-ാം തീയതി അതിൻ്റെ ലാസ്റ്റ് വീക്ക് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ ഇന്ന് പോയിട്ട് അപ്ലൈ ചെയ്യാനും നിൽക്കരുത്. കാരണം ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ചേഞ്ചോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വരുന്ന ഒരാഴ്ചയിനുള്ളിൽ പലരും പറഞ്ഞ് നിങ്ങൾ അറിയും. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. അധികം ലേറ്റ് ആക്കാനും നിൽക്കരുത്, ഇപ്പം തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യാനും നിൽക്കരുത്. ഈ 2-3 കാര്യങ്ങളാണുള്ളത്. പിന്നെന്താ,
പിന്നെ ഹൗ ടു അപ്ലൈ എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മളിതിൻ്റെ ഞാൻ പറഞ്ഞു ആദ്യം ഇതിൻ്റെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. പിന്നെ ആ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അവിടെ പോയിട്ട് ലൈവ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ കുളത്തിൽ നിങ്ങൾ ഡാഷ്ബോർഡിൽ കയറിയിട്ട് അവിടെ GDൻ്റെ സംഭവം ഉണ്ടാവും. ഈ സംഭവം എടുത്തിട്ട് നിങ്ങൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യം 8 ഓർഡർ ഓഫ് പ്രിഫറൻസ് കൊടുക്കണം. ഈ BSF ആണോ, CSF ആണോ, CRPF ആണോ എന്നുള്ള ABCD എന്നിട്ടൊക്കെ നോട്ടിഫിക്കേഷനുണ്ട്. അത് നിങ്ങൾ ആ ഓർഡറിൽ കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഡിസ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. ഇവിടെ നക്സൽ അഫക്റ്റഡ് ഏരിയാസ് എന്നുള്ളതിൽ കേരളത്തിൽ വയനാട്, പിന്നെ എനിക്ക് തോന്നുന്നു വയനാടും കണ്ണൂരും ആണെന്ന് തോന്നുന്നു. ഈ 2 സാധനം നക്സൽ അഫക്റ്റഡ് ഏരിയ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കൊക്കെ ഇതിൽ കുറച്ചും കൂടി എന്ത് ചെയ്യും, റിസർവേഷൻ കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ അതിനെങ്ങനെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, പഴയ സൈറ്റ് ssc.nic.in എന്ന് പറഞ്ഞ പഴയ സൈറ്റ് അല്ല, ഇപ്പോൾ പുതിയ സൈറ്റാണ് ssc.gov.in. ആ സൈറ്റിൽ വേണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതും അതുപോലെ തന്നെ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടതും ഒക്കെ. അല്ല പഴയ സൈറ്റിൽ ചെയ്തതൊന്നും ഇപ്പോൾ വാലിഡ് അല്ല. അപ്പോൾ എല്ലാവരും പുതിയ സൈറ്റിൽ കയറിയിട്ട് ആദ്യം മുതൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണുക. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങളുടെ ഡാഷ്ബോർഡിൽ കയറിയിട്ട് ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ എക്സാമിനും അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയണം. ആരെങ്കിലും സീരിയസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നിങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം വലിയൊരു പൈസ കൊടുത്തിട്ട് കോച്ചിങ്ങിനൊന്നും പോയിട്ട് പഠിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഞാൻ പ്രത്യേകം പറയുന്നു, SSCയുടെ വളരെ ക്വാളിഫൈ ആവാൻ വളരെ ഈസി ആയിട്ടുള്ള പരീക്ഷയാണിത്. നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്താൽ പോലും, നല്ല സീരിയസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പോലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയൊരു പരീക്ഷയാണ് SSC GD എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ കോഴ്സുകളെല്ലാം നമ്മുടെ SSC MTS GD എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. വെറും 1499 രൂപയുള്ളൂ. പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.